എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള 3 തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പം നാടൻ കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ. ആദ്യം തയ്യാറാക്കുന്നത് ഒരു ഒഴിച്ചു കറിയാണ്. ചീരത്തണ്ടും മാങ്ങയും എല്ലാം കൂടി ഇട്ട കറിയാണ്. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് ചീരത്തണ്ട് എടുത്തിട്ടുണ്ട്. അപ്പം ചീരത്തണ്ട് എടുക്കുമ്പോൾ എപ്പോഴും അധികം മുറ്റാത്തത് നോക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു നീളത്തിൽ ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ചീരയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഇലയും എടുത്തിട്ട് വളരെ ചെറിയ പീസസ് ആയിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നന്നായിട്ട് ഇതിനെ കഴുകിയതിന് ശേഷം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചീരത്തണ്ട് വെന്തതിന് ശേഷം മാങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചീരത്തണ്ട് വേകാൻ വെച്ചതിന് ശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ചെറിയ ഉള്ളി തൊലി കഴുകിയതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്കൊരു 1/4 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചീരത്തണ്ട് വേകാൻ വെച്ചിട്ടപ്പോൾ അതിൽ പൊടികൾ ചേർത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ വളരെ കുറച്ച് മതിയാകും. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ വേകാൻ വെച്ചിരുന്ന ചീരത്തണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചീരത്തണ്ട് മുറ്റാത്ത ചീരത്തണ്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. അതിലേക്ക് പുളിക്ക് ആവശ്യമുള്ള പച്ചമാങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മാങ്ങ വേകുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മാങ്ങയും നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസായി പോകേണ്ട കറിയല്ല ഇത്, കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ കഷ്ണങ്ങളിൽ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, കറിക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിട്ടുള്ള കറിയാണ്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റാം. മാറ്റിയതിന് ശേഷം ചുവന്നുള്ളിയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി നന്നായിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ താളിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ താളിച്ചത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കിടിലൻ ടേസ്റ്റിൽ ഒരു സൂപ്പർ കറിയാണ്. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കൂ. ചക്കക്കുരു ഉണ്ടെങ്കിൽ ചീരത്തണ്ട് വേകാൻ വെക്കുന്ന കൂട്ടത്തിൽ ചക്കക്കുരുവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒഴിച്ചുകറി തയ്യാറാക്കി നോക്കൂ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചമ്മന്തിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും എല്ലാം കൂടിയാണ്. അതിൽ മുളകും ഉണ്ട്. അപ്പം നമ്മളിത് വെച്ചാണ് ഇനി ചമ്മന്തി അരയ്ക്കാൻ പോകുന്നത്. നന്നായിട്ട് ഉപ്പ് പിടിച്ച മാങ്ങയാണ്. അപ്പം ആവശ്യത്തിനുള്ള ഇനി തേങ്ങ നമുക്ക് എടുത്ത് വയ്ക്കാം. തേങ്ങയുടെ കൂടെ തന്നെ മാങ്ങയും കൂടി ചേർത്ത് അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ചമ്മന്തിക്ക് എത്രത്തോളം തേങ്ങ വേണമെന്ന് വെച്ചാൽ തേങ്ങ എടുത്ത് വയ്ക്കാം. തേങ്ങ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് പുളിക്ക് ആവശ്യമായ മാങ്ങയും നെല്ലിക്കയും മുളകും കൂടെ ചേർത്താണ് അരയ്ക്കുന്നത്. അതിൽ കിടക്കുന്ന മുളക് തന്നെയാണ് ഈ ചമ്മന്തിക്ക് വേണ്ടി അരയ്ക്കാൻ എടുക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം മാങ്ങയും നെല്ലിക്കയും മുളകും കൂടി ചേർത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 3-4 ചെറിയ ഉള്ളിയും കൂടി എടുത്ത് വയ്ക്കാം. പിന്നീട് കുറച്ച് കറിവേപ്പിലയും ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് ഉരുട്ടിയെടുക്കണം. നല്ല കിടിലൻ ചമ്മന്തിയാണ് ഈ ഉപ്പുമാങ്ങ ചമ്മന്തി. അപ്പോൾ ഇനിയൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ ഈ ചമ്മന്തി ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഉപ്പിലിട്ട മാങ്ങയൊക്കെ ഉള്ളപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ്. കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്.
അപ്പോൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. അടുത്തത് മുരിങ്ങയിലയും മുട്ടയും കൊണ്ടുള്ളൊരു തോരനാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മുരിങ്ങയില കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ തോരൻ വെച്ച് കൊടുത്തു നോക്കൂ. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് മുരിങ്ങയില അടർത്തിയെടുത്ത് അത് തണ്ടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. തണ്ടോട് കൂടി തന്നെ വെച്ച് കഴുകിയെടുക്കുമ്പോൾ നമ്മൾ ഈ ഇല അതിൽ നിന്ന് ഊരിയെടുത്തിട്ട് കഴുകുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അയൺ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ് മുരിങ്ങയില എന്ന് പറയുന്നത്. അപ്പോൾ രക്തക്കുറവുള്ളവർ മുരിങ്ങയില കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇലയെല്ലാം നമുക്കിങ്ങനെ തണ്ടിൽ നിന്ന് ഊരിയെടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. പഴയ ആളുകളൊക്കെ മുരിങ്ങയില ഇങ്ങനെ അരിഞ്ഞെടുക്കരുതെന്നാണ് പറയുന്നത്. കഴിക്കും എന്നൊക്കെ പറയും. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. ഞാനിങ്ങനെ അരിഞ്ഞാണ് ഇതെടുക്കുന്നത്. ഇപ്പോൾ ഇലയെല്ലാം ഇതേപോലെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട വേണം. ആ 2 മുട്ട ഒരു പാത്രത്തിലേക്ക് ഉടച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുരിങ്ങയിലയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് മുട്ടയൊക്കെ ചേർത്ത് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കുട്ടികൾ കഴിച്ചോളും. ബീറ്റ് ചെയ്ത മുട്ട അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 4 5 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് മുട്ടയൊന്ന് നന്നായിട്ടൊന്ന് ചിക്കി തോർത്തിയെടുക്കാം. മുട്ട ഇതേപോലെ കുറച്ച് വലിയ പീസസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി ഇങ്ങനെ കുത്തി ഉടച്ച് എടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിൻ്റെ പുറത്തായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിന് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മൂടി വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. വെള്ളം മിക്സിയുടെ ജാറ് കഴുകുന്ന കുറച്ച് വെള്ളം മതിയാകും. 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതിയാകും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ആവി കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടപ്പ് മാറ്റിയതിന് ശേഷം പിന്നെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇനി ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി ഇളക്കി ഇലയിൽ കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കട്ടയെല്ലാം മാറ്റി കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. മുരിങ്ങയിലാണെങ്കിൽ ആവി കയറിയ ഉടനെ ഒന്ന് കട്ടയാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ചിക്കി കൊടുക്കാം. ഈ സമയമൊക്കെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഈ തോരൻ ഇങ്ങനെ ചിക്കി കൊടുത്തുകൊണ്ടിരിക്കാൻ. ഇലയൊക്കെ ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഒന്നൊന്നായിട്ട് വിട്ട് വരുന്ന സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റാം. മുരിങ്ങയില ഒരു തവണ ഈ ഒരു രീതിയിൽ മുട്ടയും ചേർത്തൊന്ന് തയ്യാറാക്കി കഴിക്കൂ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.